സുമേ, റെഡിയായോ? നമുക്ക് പോവാം. അമ്മയുടെ ഭക്ഷണം കല്യാണത്തിന് മുമ്പും ശേഷവും. മക്കളെ വാ, ഭക്ഷണം കഴിക്ക്. അമ്മേ, എന്താ ചോറിന് കറി? ഓ, ഇന്ന് ഈ ഉണക്ക സാമ്പാർ ഈ ചമ്മന്തിയൊക്കെയാണോ ഉള്ളൂ? എന്തുവാ അമ്മേ ഇത്? എന്ന് ഈ പച്ചക്കറി കഴിച്ച് 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 എന്റെ വായിലെ തൊലിയൊക്കെ പോയി. വല്ലപ്പോഴും വല്ല ചിക്കനോ മട്ടനോ വാങ്ങിയായിരുന്നെങ്കിൽ. അതെ, മക്കൾ കല്യാണം കഴിയുമ്പോ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിച്ചോട്ടാ. നല്ല മണം. ഇന്നെന്താ അമ്മേ കറി? വാവ്, സാമ്പാറും ചമ്മന്തിയാണോ? ഓ എന്റെ ദൈവമേ, ഞാൻ എത്ര നാളെ എന്റെ അമ്മയുടെ കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട്. അമ്മേ, പോകുമ്പോ എനിക്ക് ഈ കറി കുറച്ച് പാക്ക് ചെയ്ത് കൂടി തരണേ. പിന്നെ അമ്മേ, ഈ കറിയുടെ റെസിപ്പി കൂടി ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഭാര്യയ്ക്ക് എന്ത് അസുഖം വന്നാലും ലേ ഭർത്താവ്. സുമേ, എന്താ പറ്റിയേ? എന്താ നീ ഇങ്ങനെ തന്നെ ഇരിക്കണ്? ഓ, എന്താന്ന് അറിയില്ല സുമേഷ് ചേട്ടാ, രാവിലെ തൊട്ട് ഭയങ്കര തലവേദന. ഹാ, തലവേദന എടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നിന്നോട് വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ നീ വെള്ളം കുടിക്കോ? എന്ത് ചെയ്ത വെള്ളം കുടിക്കില്ല. മനുഷ്യനായ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ഓ, എന്തൊരു പല്ലുവേദനയാണ്. ഓ, ഈ പല്ലിന് എന്താ പറ്റിയേ? പല്ലിന് എന്ത് പറ്റാൻ? പല്ലിനൊന്നും പറ്റിയിട്ടില്ല. നിനക്ക് വെള്ളം കുടിയില്ല, നീ ആവശ്യത്തിന് വെള്ളം കുടിക്കൂല. വെള്ളം കുടിച്ചാലാണ് എന്റെ സുമ ഈ അസുഖങ്ങളൊക്കെ മാറുള്ളൂ. നീ ദിവസം ഒരു 3 ലിറ്റർ വെള്ളം കുടിച്ചു നോക്കിയ എന്റെ സുമ, ഒരു കുഴപ്പമുണ്ടാവൂല. നീ നന്നായി വെള്ളം കുടിച്ചാണ്ടല്ലോ, ആശുപത്രിയിലൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. പണ്ടൊക്കെ വീട്ടില് കറണ്ട് പോകുമ്പോൾ ഞാൻ ഒരു 10 തവണ എണ്ണി ഇവിടെ കറണ്ട് വരുത്തിക്കും. നിനക്ക് കാണണോ? ഇവിടെ പുളിച്ചു ചേച്ചി ഇങ്ങനെ പുളു അടിക്കല്ലേ. ചേച്ചി എങ്ങനെ കറണ്ട് വരുത്താനാ? ഹാ, അതൊന്നും നീ അറിയണ്ട. നീ കണ്ടാ മതി. നീ നോക്കിക്കോ. 1 2 3 4 5 6 7 8 9. കഴിയാറായി. നോക്കിയിരുന്നോ? കഴിയാറായിട്ടാ. ആ, പെട്ടെന്ന് വേഗം എണ്ണ. 9 9 9 9 9 ഒന്ന് വേഗം. 9:15 ഒരു തരം, 9:15 രണ്ട് തരം, 9:15 മൂന്ന് തരം. ഓം ഗ്രീൻ ഗ്രീൻ 10. അമ്പ ചേച്ചി, ദേ കറണ്ട് വന്നു. ചേച്ചി എങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കറണ്ട് വരുത്തിയേ? എന്നെ പറ്റി എന്ത് ഓർത്തേക്കുന്നു? എന്നാലും എന്റെ ചേച്ചി ഒരു സംഭവം തന്നെ. പെൺമക്കളുള്ള വീട്ടിലെ അമ്മമാർ. എന്റെ ദൈവമേ, കിടക്കണ കിടപ്പ് കണ്ട. ഇതൊരു വീടോ അത് കാലത്തൊഴുത്തോ? ഒരു സാധനം മര്യാദയ്ക്ക് അടക്കി ഒതുക്കി എടുത്തു വെക്കൂല. എല്ലായിടത്തും എന്റെ കൈ തന്നെ എത്തണം. നീ ചോദിച്ചു വാ, ഒരു സോക്സ് എവിടെയാ, ഒരു പാന്റ് എവിടെയാന്ന് ഞാൻ കാണിച്ചു തരാം. നോക്ക്, എന്തോരം പൊടിയായി ഇവിടെ കിടക്കണെന്ന് നോക്ക്. ടിവിയും കണ്ട് ലോകത്തുള്ള സാധനങ്ങൾ മൊത്തം തിന്ന് ഈ സെറ്റിയുടെ അടിയിലേക്ക് കൊണ്ട് തള്ളിക്കോളും. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എന്തോ ഓർക്കും? 2 പെൺമക്കളുള്ള വീട് തന്നെയാണെന്ന് ഇതെന്ന് ഓർക്കോ?